ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുള്ള ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ കെയറിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് കണ്ടാൽ തന്നെ അറിയാം, വളരെ പരിതാപകരമായിട്ട് ഇരിക്കുകയാണ്. നല്ല രീതിയിലേക്ക് കെയർ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലിപ്പോൾ പണിക്കാരൊക്കെയാണ്. വീട്ടിലൊരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റർമാരൊക്കെ ഉണ്ട്. ദിവസവും നല്ല രീതിയിൽ വെള്ളം കൊടുക്കുന്നല്ലാണ്ട് അതിന് ഫെർട്ടിലൈസർ കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്ലാന്റിൻ്റെ ലീഫുകളൊക്കെ പൊള്ളി പോയിട്ടുണ്ട്. നമുക്ക് ആകെ ആ പ്ലാന്റിൽ ഉണ്ടാകുന്നത് 2-3 ഇലകളായിരിക്കും. നമുക്കറിയാം, ഡെൻഡ്രോബിയം ഓർക്കിഡ് പോലെ ഒന്നല്ല ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ്. ആകെ 2-3 ഇലയൊക്കെ ഉണ്ടാവുള്ളൂ അതിൽ. അപ്പോൾ അവരെല്ലാം തന്നെ പൊള്ളി പോയി കഴിഞ്ഞാൽ ആ പ്ലാന്റ് കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. മാത്രമല്ല, ഇപ്പോൾ പെയിൻറ്റർമാരുള്ളതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ബ്രഷൊക്കെ കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ തെറിച്ചിട്ട് പ്ലാന്റ്സ് കാണാൻ ആകെ വൃത്തിയില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഞാനിത് ശ്രദ്ധിക്കാണ്ടിട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റ് എനിക്ക് മുഴുവനായിട്ടും നശിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ് വാങ്ങാനായിട്ട് നമ്മൾ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ 300-400 രൂപയൊക്കെ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ബഡൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ 500 രൂപയ്ക്ക് മുകളിലായിരിക്കും അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും കെയർ ചെയ്യാതിട്ട് കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റ് മുഴുവനായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഞാനിപ്പോൾ അതെടുത്ത് നന്നായിട്ട് ജസ്റ്റ് ഞാനൊന്ന് വെള്ളം അടിച്ചു നോക്കി ഓസ് കൊണ്ട് നന്നായിട്ട്. പക്ഷെ അതിൻ്റെ ഒരു ചളിയൊക്കെ അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് തുണി ഉപയോഗിച്ചിട്ട് ആ തുണി നനച്ചിട്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ കഴിയുന്ന അത്രയും അതിലെ പെയിൻറ്റൊക്കെ ഞാൻ ചുരണ്ടി പോക്കിയിട്ടുണ്ട്, അതിൻ്റെ ലീഫൊന്നും ആവാത്ത രീതിയിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഒരു പുള്ളി പോയിട്ടുള്ളതാണ്. നമ്മുടെ ഇല നല്ല വെയിലാണല്ലോ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഫെലനോപ്സിസ് ഓർക്കിഡിന് അത്ര വെയിലൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. രാവിലെ കിട്ടുന്ന ആ ഒരു വെളിച്ചം മാത്രം നമ്മുടെ പ്ലാന്റ്സിന് മതി. അപ്പോൾ ഈ ഒരു വെയിലത്ത് നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫൊക്കെ പൊള്ളിയിട്ട് പണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വെട്ടി മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റെമ്മിൽ അറ്റത്തായിട്ട് നമുക്ക് ഒരു തൈയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് റീപോർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു സൈസാണ് ഇത്. അപ്പോൾ ഈ പെയിൻറ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കളിച്ചിട്ട് അതിൻ്റെ സ്റ്റെം ഒടിഞ്ഞു പോയിട്ടുള്ളതാണ്. 2 പ്ലാന്റിൽ ഇതുപോലെ തൈ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതും റീപോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെമ്മ് മുറിച്ച് മാറ്റാണിത്. നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മൾ മുറിച്ച് മാറ്റുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇനിയും ഫ്ലവർ വരുമായിരുന്നു. പക്ഷെ അത് ഒടിഞ്ഞു പോയി. ഇപ്പോൾ ഇവിടെ നിന്ന് വരുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും നമ്മളിതുപോലെ ഒരു നോഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലാന്റ് റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ അതിനായിട്ട് പോട്ടെല്ലാം എടുത്തിട്ടുള്ളത് നമ്മൾ മരത്തകിടിയിലാണ് ഞാനിപ്പോൾ ഇത് പോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആ പ്ലാന്റിലുള്ള ഡെഡായിട്ടുള്ള റൂട്ടൊക്കെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. എന്നിട്ട് നമുക്ക് ഇതിന് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കണം. അതായത് ഓർഗാനിക് ആയിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എന്തുകൊണ്ടും നല്ലത് കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാതെ ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പ്ലാന്റ്സിന് വലിയ കുഴപ്പവും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോത്തും ഉണ്ടാവും. അപ്പോൾ സാധാരണയായിട്ട് ആളുകൾ, നമുക്കറിയാം, ഫെലനോപ്സിസ് ഓർക്കിഡ് നമുക്കിപ്പോൾ ഒരാഴ്ചയൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പ്ലാന്റ്സ് ഒരു കേടുകൂടാതെ ഇരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്ത് നമ്മൾ 2 നേരം എന്തായാലും നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പ്ലാന്റ്സിനെ. അപ്പോൾ ഞാനതിൻ്റെ ഡെഡായിട്ടുള്ള റൂട്ടൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അതിന് ഈർപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ അതിൻ്റെ ഇലകളും വേരും അതിൻ്റെ പോട്ടി മിക്സ് ഒക്കെ നല്ല രീതിയിൽ നനയുന്ന പോലെ ഞാനിപ്പോൾ നനച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഫെലനോപ്സിസ് ഓർക്കിഡൊക്കെ ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊക്കെ നമ്മൾ അതിൻ്റെ ലീഫൊക്കെ ഒരു തുണി വെച്ചിട്ട് നനച്ച് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള പൊടികളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ആ ഒരു ഇലകൾ വഴിയാണ് അതിൻ്റെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പൊടികളൊക്കെ പറ്റി പിടിച്ച് ഇലകളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പ്രകാശ സംശ്ലേഷണം നടക്കാനായിട്ട് പറ്റില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ പ്ലാന്റ്സിൻ്റെ ലീഫുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്കൊക്കെ നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ തുണി നനച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കാം. അത് പ്ലാന്റ്സിന് നല്ലതാണ്. ഇപ്പോൾ ഫെലനോപ്സിസ് ഓർക്കിഡൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. ആകെ അതിൽ 2, 3, 4 ഒരു വിരലിൽ എണ്ണാവുന്ന ഇലകളെ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തുടച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസർ വെളുത്തുള്ളി വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പെസ്റ്റിസൈഡായിട്ടും ഫംഗിസൈഡായിട്ടും
ഫെർട്ടിലൈസറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിൽ അടിക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ സത്ത് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു കത്രിക വെച്ചിട്ട് അരിഞ്ഞെടുത്ത് ഒരു 15 മിനിറ്റ് നേരം ഞാനത് വെള്ളത്തിലിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറാണ് ഒരു പ്ലാന്റിന് കൊടുക്കുന്നത്. പ്ലാന്റിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും മാറിക്കിട്ടാനായിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ നല്ലതാണ്. മാത്രമല്ല പുതിയ റൂട്ടുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഫെലനോപ്സിസ് ഓർക്കിഡിൽ നിങ്ങൾക്കറിയാം വളരെ സ്ലോ ഗ്രോത്താണ് പ്ലാന്റ്സിനുള്ളത്. ഫെലനോപ്സിസ് ഓർക്കിഡ് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ നമുക്കതിന് നല്ല രീതിയിൽ റൂട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോൾ നമുക്ക് പ്ലാന്റിൽ നല്ല രീതിയിൽ റൂട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ്. ഇപ്പോൾ സ്പ്രേ ബോട്ടിലൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ പണിക്കാറുള്ളതുകൊണ്ട് ഒരു ഭാഗത്തായിട്ട് കവറിലോ ചാക്കിലോ ഒന്നിലും കെട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലാനിൽ എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രേ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഇതുപോലെ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കതിൽ മുക്കി വെക്കാനായിട്ട് പറ്റുകയാണെങ്കിൽ, അതായത് ഒരു വലിയ പാത്രത്തിൽ ഈ ഒരു ചട്ടി ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ ഇത് നമ്മൾ മുക്കി വെക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ അതിന് പറ്റാത്തതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മുടെ കയ്യിലുള്ള 2 ചെറിയ തൈകൾ ഉണ്ടായിരുന്നു. ഞാൻ ആ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഇനി റീപോർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പമൊക്കെ എത്തിക്കഴിഞ്ഞാൽ, അതായത് പ്ലാന്റിൽ ഒരു 2 വേരൊക്കെ ഹെൽത്തി ആയിട്ടുള്ള 2 വേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റീപോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് തടിയാണ്, മരത്തടിയാണ്. അപ്പോൾ ഞാനിന്ന് മരത്തടിയിലാണ് ഇത് പോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് മോസ് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ ആ ഒരു മരത്തടിയിൽ നന്നായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഈ ഒരു പച്ച നെറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാനത് റോൾ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് അത് കാണാം. ഈ ഒരു മോസ് നമ്മൾ ഉപയോഗിച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലാന്റിൽ നല്ലൊരു ഈർപ്പം നിലനിൽക്കാനും അതുവഴി പ്ലാന്റ് പെട്ടെന്ന് തന്നെ ഈ ഒരു മരത്തടിയിലേക്ക് അതിൻ്റെ വേരുകൾ പറ്റി പിടിച്ചിട്ട് നല്ല രീതിയിൽ വളരാനും സഹായിക്കും. അപ്പോൾ ഞാനിത് പ്ലാന്റ് കെട്ടി വെക്കുന്നൊന്നുമില്ല. നമ്മളത് റോൾ ചെയ്തപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ആ ഒരു ചെറിയ കഷ്ണം സ്റ്റെമ്മുണ്ട്, നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടായിട്ടുള്ള ബഡിൻ്റെ സ്റ്റെമ്മ് ചെറിയൊരു കഷ്ണമുണ്ട്. അപ്പോൾ അതും അതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു റൂട്ടുകൾ ഞാൻ അതിലേക്ക് തന്നെ തിരികെ വെച്ചിട്ടുണ്ട്. നമ്മൾ കെട്ടിയൊന്നും അതിനെ ഒരു ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പോട്ട് മിക്സോ ഒന്നും ഇല്ലാണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫെലനോപ്സിസ് ഓർക്കിഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ ഇനിയൊന്ന് ഷെയ്ഡിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നൈട്രജൻ കൂടുതലായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്തും ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ നല്ല ഫ്ലവറുകളും കിട്ടി തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡെൻഡ്രോബിയം പ്ലാന്റ്സുകൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ ഒത്തിരി കളറുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, നമ്മളത് കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. അതുപോലെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ ഒന്നും മടിക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.